നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി വരാൻ പോകുന്ന ഒരു പോയിൻ്റാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയാൻ പോകുന്നത്. ആ അവസാനത്തെ പോയിൻറ്റും നിങ്ങൾ കേൾക്കണം. ആ അവസാനത്തെ പോയിൻ്റ് വരെ ഞാൻ പറയുന്ന മറ്റ് എല്ലാ പോയിൻ്റുകളും നിങ്ങൾ കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവസാനത്തെ പോയിൻ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനസിക വിഷമങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ഇവ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, ഒരു രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ. മാനസിക രോഗം അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് മാത്രമേ മാനസിക സമ്മർദ്ദമുണ്ടാകൂ എന്നില്ല. മാനസിക സമ്മർദ്ദം എല്ലാവർക്കും വരാം. എമോഷൻസ് എല്ലാവർക്കും വരാം. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്ന നമ്മൾ സങ്കടപ്പെടുന്നു, ദേഷ്യപ്പെടുന്നു, ഒരേ വിഷയത്തെക്കുറിച്ച് കൂടുതൽ നേരം ആലോചിച്ചു കൊണ്ടിരിക്കുന്നു, അതിൻ്റെ പേരിൽ അങ്ങേയറ്റം വിഷമിക്കുന്നു, അതിൻ്റെ പേരിൽ നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ വേദനകൾ വരുന്നു, വിഷമങ്ങൾ വരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. സാധാരണ മനുഷ്യർക്കും ഉണ്ടാവാറുണ്ട്, മാനസിക പ്രശ്നങ്ങളുള്ളവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇമോഷൻസ് എന്ന് പറയുന്നത് അതൊരു പ്രക്രിയയാണ്. വിഷമങ്ങൾ വരുമ്പോൾ ഇമോഷൻസ് വരണം, സന്തോഷങ്ങൾ വരുമ്പോഴും ഇമോഷൻസ് വരണം. അപ്പോൾ ഇമോഷൻസ് എന്ന് പറയുന്നത് സാഹചര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതല്ലാതെയും വരാം. ഇപ്പോൾ സാഹചര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇമോഷൻസ് വരുന്നത്, നമ്മൾ തന്നെ ചിന്തിച്ച് ഇമോഷൻസ് ഉണ്ടാക്കുന്നത് രണ്ട് രീതിയിലാണെങ്കിലും വരാം. ചുറ്റുപാടിൽ നിന്നും ഇമോഷൻസ് വരാം, നമ്മുടെ മനസ്സിൽ നിന്നും നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ടും വരാം. ഇങ്ങനെയുള്ള ഇമോഷൻസ്, വികാരങ്ങൾ പോസിറ്റീവുമുണ്ട്, നെഗറ്റീവുമുണ്ട്. നമ്മളിവിടെ പറയുന്നത് പെയിൻഫുള്ളായ, വേദനാജനകമായ വികാരങ്ങളെക്കുറിച്ചാണ്, വേദനാജനകമായ ഇമോഷൻസിനെ കുറിച്ചാണ്, പെയിൻഫുൾ ഇമോഷൻസിനെ കുറിച്ചാണ്. പെയിൻഫുൾ ഇമോഷൻസ്, വേദനാജനകമായ വികാരങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഭാഗമാണ്, നമ്മുടെ കൂടെപ്പിറപ്പാണ്. ജനിച്ച അന്ന് മുതൽ നമ്മുടെ കൂടെ ഉണ്ട്, മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇമോഷൻസ് കുറയുന്നു, പക്ഷെ മാറുന്നില്ല. നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇമോഷൻസിൻ്റെ അളവിൽ കുറവ് വരാം, ഓവർ തിങ്കിങ്ങിൻ്റെ അളവിൽ കുറവ് വരും. അതിനെ മെച്യൂരിറ്റി എന്നാണ് പറയുക. നമ്മളെല്ലാവരും മെച്യൂറാവും, അപ്പോൾ ഈ ചിന്തകൾ കുറയുകയും ചെയ്യും. ഇത്തരം ഇമോഷൻസ് വരുമ്പോൾ, വേദനാജനകമായ വികാരങ്ങൾ വരുമ്പോൾ, ആ വികാരങ്ങളെ നമ്മൾ കൃത്യമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ, അത് സാധാരണഗതിയിൽ സാധാരണ മനുഷ്യരുടെ കാര്യത്തിൽ തന്നെ അങ്ങനെ കൃത്യമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകും. ആ മാനസിക സമ്മർദ്ദം നമ്മളെ ചില മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം, നമ്മളതിലേക്ക് ലീഡ് ചെയ്യും. ഈ മാനസിക സമ്മർദ്ദങ്ങൾ നമ്മുടെ ഇമോഷൻസുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇമോഷൻസിന് നമ്മൾ കൃത്യമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് മാനസിക സമ്മർദ്ദമുണ്ടാകുന്നു. ഈ ഇമോഷൻസിനെ വീണ്ടും കൈകാര്യം ചെയ്യാതെ വിട്ടുകളയുമ്പോൾ മാനസിക സമ്മർദ്ദം കൂടുന്നു. ആ മാനസിക സമ്മർദ്ദം നമുക്ക് ആങ്സൈറ്റിയായോ ഡിപ്രഷനായോ മറ്റ് OCD പോലെയുള്ള പ്രശ്നങ്ങളായോ പിന്നീട് മാറുവാനുള്ള സാഹചര്യമുണ്ട്. PTSD ആയിട്ട് പോലും മാറുവാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് എമോഷൻസിനെ കൃത്യമായി മനസ്സിലാക്കി കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വരുന്ന വേദനാജനകമായ വികാരങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അവയെ കൺട്രോൾ ചെയ്യുവാൻ, അവയെ വരുതിയിൽ നിർത്തുവാനുള്ള 7 സ്റ്റെപ്സിനെ കുറിച്ചാണ്. ഒന്നാമത്തെ പോയിന്റ്, നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇമോഷൻസ് ഞാനാണ് എന്നൊരു കാഴ്ചപ്പാട്. നമുക്ക് വരുന്ന ഇമോഷൻസ് എൻ്റെ മനസ്സിൻ്റെ നിർമ്മിതിയാണ് എന്നൊരു ചിന്താരീതി. സത്യാവസ്ഥയിൽ അങ്ങനെയല്ല. ഇമോഷൻസ് എന്ന് പറയുന്നതും ചിന്തകൾ എന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ ഭാഗമാണ് എന്നുണ്ടെങ്കിലും ഇവയൊന്നും നിങ്ങളല്ല. വിഷമങ്ങൾ വരുമ്പോൾ ഇമോഷൻസ് വരുന്നു, വിഷമങ്ങൾ മാറുമ്പോൾ ഇമോഷൻസും മാറുന്നു. വേദനകൾ വരുന്നു, സാഹചര്യം വരുമ്പോൾ വേദനകൾ വരുന്നു, സാഹചര്യം മാറുമ്പോൾ വേദനകൾ മാറുന്നു, മാനസിക വേദനകൾ മാറുന്നു. ഇത് നിങ്ങളല്ല. ഇമോഷൻസ് വരുന്നത്, വേദനകൾ വരുന്നത് സാധാരണമാണ്. അത് പക്ഷേ സ്ഥിരമല്ല, അത് നിങ്ങളല്ല. അങ്ങനെ നിങ്ങളതിനെ കാണാൻ പഠിക്കണം. സത്യാവസ്ഥയിൽ അത് നിങ്ങളല്ല. നിങ്ങളെന്ന് പറയുന്നത് എപ്പോഴും സന്തോഷത്തോടു കൂടി ചിരിച്ച് കളിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ്. നെഗറ്റീവ് ഇമോഷൻസ് വരും, അതിനർത്ഥം നിങ്ങൾ നെഗറ്റീവ് ഇമോഷൻസ് ആണ് എന്നല്ല. അപ്പോൾ ആ സമയത്ത് നെഗറ്റീവായ ഇമോഷൻസ് വരുമ്പോൾ നമ്മളെപ്പോഴും അതിനെ നോക്കിക്കാണേണ്ടത്, ഇത് ഞാനല്ലല്ലോ, ഇത് വരും, കുറച്ച് കഴിഞ്ഞാൽ താനേ പോകും, ഇതൊരിക്കലും എൻ്റെ മനസ്സിൽ സ്ഥിരമായി നിൽക്കാൻ പോകുന്നതല്ല, ഇതൊരിക്കലും എന്നെ മാനസികമായോ ശാരീരികമായോ
തളർത്താൻ പോകുന്നില്ല. അത് വരും പോകും, വരട്ടെ പോകട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാട് ആദ്യം തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഈ എമോഷൻസിനെ നമ്മളുടെ മനസ്സിൽ സൂക്ഷിക്കരുത്. ഒരു സോഡാ കുപ്പി പോലെ അല്ലെങ്കിൽ ഒരു പ്രഷർ കുക്കർ പോലെ. ഈ സോഡാ കുപ്പിയിൽ നമ്മൾ ഗ്യാസ് നിറച്ച് വയ്ക്കുമ്പോൾ അതിന് അടപ്പ് തുറക്കുമ്പോൾ ടപ്പെന്ന ശബ്ദത്തോടു കൂടി എല്ലാം പുറത്തേക്ക് വരും. അതേപോലെ കുക്കറിൽ നമ്മൾ പ്രഷർ ബിൽഡപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ വാൽവ് തുറന്നാൽ ഉടനെ എല്ലാം കൂടി പുറത്തേക്ക് വരും. അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മുടെ മനസ്സിലുണ്ടാവരുത്. ഈ പൊട്ടിത്തെറിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. എമോഷൻസിനെ സൂക്ഷിച്ച് വെക്കുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. അതിന് പകരം കുക്കറിലുണ്ടാവുന്നത് പോലെ വാൽവ് തുറന്ന് ഈ ഇമോഷൻസിനെ പുറത്തേക്ക് വിടണം, എക്സ്പ്രസ് ചെയ്യണം. കരയേണ്ട സ്ഥലത്ത് കരയണം, ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് ദേഷ്യപ്പെടണം, മറ്റുള്ളവരോട് സംസാരിക്കേണ്ട സ്ഥലത്ത്, കയർക്കേണ്ട സമയത്ത്, അവരോട് ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടണം. മനസ്സിനകത്ത് അതിനെ വെച്ചുകൊണ്ടിരിക്കരുത്. എന്തെങ്കിലും പറയണമെങ്കിൽ പറയണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അക്നോളജ്, അക്സെപ്റ്റ്, അതിനുശേഷം ആ എമോഷൻസിനെ എക്സ്പ്രസ്, പുറത്തേക്ക് കാണിക്കുകയും വേണം എന്നർത്ഥം. ഈ എമോഷൻസ് എനിക്ക് മാത്രം വരുന്നതാണ്, എനിക്കിതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുകയില്ല, ഞാൻ ആകെ പെട്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം അതൊരിക്കലും ചെയ്യരുത്. മൂന്നാമതായി, അങ്ങനെ ചെയ്യരുത്. ഇതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു ഫ്രണ്ടിനോട് നിങ്ങൾ സംസാരിക്കുകയാണ് എന്ന് കരുതുക. ആ ഫ്രണ്ടിന് ഇതേ എമോഷൻസ് വരുന്നുണ്ട് എന്ന് കരുതുക. ആ എമോഷൻസിനോട് നിങ്ങൾ എന്ത് പറയും? ആ പറയുന്നത് എന്താണോ അത് നിങ്ങളോട് പറയുക എന്നുള്ളതാണ് ഇതിന് പോംവഴി. നാലാമത്, ഇമോഷൻസിനെ ഇൻ്റലക്ച്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഈ ഇമോഷൻസ് എന്തുകൊണ്ടാണ് വരുന്നത്, ഈ ഇമോഷൻസിന് എന്താ കാരണം, ഇതിനെ ഞാൻ എങ്ങനെ മാറ്റിയെടുക്കും, എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുക, ഇതെന്നെ എങ്ങനെ ഉപദ്രവിക്കാൻ പോവുകയാണ് എന്നെല്ലാം ചിന്തിക്കുക. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക അതിൽ നിന്നർത്ഥം. അങ്ങനെ ചെയ്യരുത്. ഇമോഷൻസ് സിമ്പിൾ, ദേ ആർ ഇമോഷൻസ്. അവ വരും പോകും. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, പഠനം നടത്തേണ്ട ആവശ്യമില്ല. അവ വരും പോകും, വരട്ടെ പോകട്ടെ, അത്ര തന്നെ ഉള്ളൂ. ഞാനെന്തിന് അതിനെക്കുറിച്ച് വിഷമിക്കണം, ഞാനെന്തിന് അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യണം, ഞാനെന്തിന് അതിനെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കണം, അത് വരട്ടെ പോകട്ടെ. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മൾ എടുക്കണം. അഞ്ചാമത്, നമ്മൾ ഡിസ്ട്രാക്ഷനെ കൂടുതൽ ഉപയോഗിക്കരുത് എന്നൊരു ഭാഗമുണ്ട്. നമ്മൾ പൊതുവെ ചെയ്യാറുണ്ട്. ഇങ്ങനെ എമോഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെട്ടാവും മതി. കുറച്ച് ടി വി കാണാം, അതല്ലെങ്കിൽ കുറച്ച് മൊബൈൽ ഗെയിംസ് കളിക്കാം, അതല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം എന്നാലും നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇത് ഓവർ യൂസ് ചെയ്യരുത്. താൽക്കാലികമായി നമുക്ക് ചെയ്യാം, പക്ഷേ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ എമോഷൻസ് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഡിസ്ട്രാക്ഷൻ ചെയ്യുന്നതിന് പകരം നമ്മളതിനെ ഡിഫ്യൂസ് ചെയ്യുക, അലിയിച്ച് കളയുവാൻ ശ്രമിക്കുകയാണ്. അതിനെന്താണ് വഴി? നമ്മൾ ജേണൽ എഴുതാം, മറ്റുള്ളവരോട് സംസാരിക്കാം, മറ്റുള്ളവരോട് ഈ വിഷയങ്ങളെക്കുറിച്ച് തുറന്ന് പറയാം. അതല്ലെങ്കിൽ നമ്മുടെ ഈ ചിന്തകളെ ഒരു പാട്ടിൻ്റെ രൂപത്തിലാക്കി സ്വയം പാടാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ ഇമോഷൻസ് ഞാനല്ല, ഈ ഇമോഷൻസ് എന്നിൽ നിന്നും അകന്നിരിക്കുകയാണ്, അത് വേറെ എന്തോ ആണ്, അതിന് ഞാൻ വേറൊരു പേരിട്ടിട്ടുണ്ട്, അതൊരു പാട്ടാണ്, അത് ഡയറിയിൽ എഴുതിയ ഒരു എഴുത്താണ് എന്നെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ഇമോഷൻസ് നിങ്ങളെ ഉപദ്രവിക്കുന്നത് നിർത്തും. ആറാമത്തെ പോയിന്റ്, നമ്മൾ പൊതുവെ ഈ ഇമോഷൻസ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും, ഈ ഇമോഷൻസ് എന്നെ ബുദ്ധിമുട്ടിക്കും, ഇമോഷൻസ് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും എന്ന് നമ്മൾ എന്നിട്ട് തീരുമാനിക്കുകയാണ്. സത്യാവസ്ഥ തൻ്റെ ആദ്യം തന്നെ ഞാനതാ പറഞ്ഞത്, എമോഷൻസ് ഒരിക്കലും പെർമനൻ്റ് അല്ല, എമോഷൻസ് ഒരിക്കലും സത്യാവസ്ഥയല്ല, എമോഷൻസ് നിങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പോകുന്നില്ല. എമോഷൻസ് നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. അത് ചെറുപ്പം മുതലേ നമുക്കുണ്ട്, മരണം വരെ അത് നമ്മുടെ കൂടെ ഉണ്ടാവും. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അവ വരുന്നത്. സാഹചര്യം മാറുമ്പോൾ അവ മാറിക്കോളും. അതുകൊണ്ട് ഒരിക്കലും എമോഷൻസ് പെർമനൻ്റ് അല്ല, അവ വരും പോകും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്, ഇത് ഞാൻ ആദ്യം പറയേണ്ടതാണ്, അത് അവസാനത്തേക്ക് വെച്ചു. ഏഴാമത്തെ പോയിൻ്റ്, നമ്മളെല്ലാവരും വളരെയധികം നെഗറ്റീവായി കാണുന്ന, തെറ്റായി കാണുന്ന ഒരു സംഭവമാണ്. ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്, എൻ്റെ ഈ പറയുന്ന മാനസിക പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും എമോഷൻസ് ഉള്ളവരാണെങ്കിലും
പെട്ടെന്ന് ജീവിതത്തിലുണ്ടായ ഒരു തിരിച്ചടി കാരണം അങ്ങേയറ്റം നിരാശ അനുഭവിക്കുന്നവരാണെങ്കിലും പൊതുവെ പറയാവുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല, മറ്റുള്ളവർക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല, എൻ്റെ മാനസികാവസ്ഥ അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവർ എൻ്റെ കൂടെ നിൽക്കുന്നില്ല, ഞാൻ തകർന്നു പോവുകയാണ്, എൻ്റെ കൂടെയുള്ളവർ എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക എന്നെല്ലാമുള്ള ചിന്തകൾ. ഒന്നാമത് ഞാൻ പറഞ്ഞതിന് വളരെ കൃത്യമാണ്, എമോഷൻസ് നിരന്തരമല്ല. എമോഷൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, വരും, പോകും. ഒരു സാധാരണ പ്രക്രിയയാണ്. അതൊരിക്കലും പെർമനൻ്റ് അല്ല, ടെമ്പററി ആണ്. എമോഷൻസ് വരട്ടെ പോകട്ടെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുന്നത്, എനിക്ക് എമോഷൻസ് വരുമ്പോഴെല്ലാം ആരെങ്കിലും എൻ്റെ കൂടെ നിന്ന് എന്നെ തോളത്ത് കഴിഞ്ഞിട്ട് അതൊന്നും സാരമില്ല, ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ മാറും, നിനക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല, നീ ധൈര്യമായിരിക്കെ, നിനക്ക് ഞാനില്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മളെ വേറൊരാളുടെ മുമ്പിൽ അടിയറവ് പറയുകയാണ്. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല. വേറെ ആരെങ്കിലും വരട്ടെ, എന്നിട്ട് എന്നെ സമാധാനിപ്പിക്കട്ടെ, എന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോവുകയാണ്. വളരെ അപകടകരമായിട്ടുള്ള പ്രവണതയാണത്. അത് ആങ്സൈറ്റി ഉള്ളവർക്കാണെങ്കിലും മറ്റ് മാനസിക പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിലും ഒരു പ്രശ്നവുമില്ലാത്തവർക്കാണെങ്കിലും എമോഷൻസിനെ നമ്മൾ സ്വയം കൈകാര്യം ചെയ്യാൻ പഠിക്കണം. വേറൊരാൾക്കത് വിട്ടുകൊടുത്തിട്ടല്ല, മറ്റുള്ളവരെന്നെ സമാധാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ല. നമ്മൾ അങ്ങോട്ട് കാര്യങ്ങൾ പറയാം, അത് നമ്മൾ ഡിഫ്യൂസ് ചെയ്യുകയാണ്. വേറൊരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ മനസ്സിൻ്റെ വിഷയങ്ങൾ അവരോട് തുറന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫ്യൂസ് ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ അതിൽ നിന്നും ഒരു റിട്ടേൺ പ്രതീക്ഷിക്കരുത്. അവരെന്നെ സമാധാനിപ്പിക്കും, അവരെൻ്റെ കൂടെ നിൽക്കും എന്നല്ല പ്രതീക്ഷിക്കേണ്ടത്. ഞാൻ ചെയ്യുന്നത് ഡിഫ്യൂഷനാണ്. എൻ്റെ മനസ്സിലെ വികാരങ്ങളെ, വിഷമങ്ങളെ ഞാൻ മറ്റവരോട് പറഞ്ഞ് അരിയിച്ച് കളയുന്നു. അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. അവരിൽ നിന്നും തിരിച്ച് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എനിക്കറിയാം, ഞാൻ ഈ ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എമോഷൻസ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതിലും പ്രധാനം നേരത്തെ പറഞ്ഞ ആ പോയിൻ്റുകളെല്ലാം എൻ്റെ കൂടെ ഉണ്ട്. അതായത് എമോഷൻസ് ഒരിക്കലും പെർമനൻ്റ് അല്ല, എമോഷൻസ് ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. എമോഷൻസ് സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ്. എമോഷൻസ് സാഹചര്യം മാറുമ്പോൾ മാറിക്കോളും. എമോഷൻസ് വരും, പോകും. അത് വേദനാജനകമായ എമോഷൻസ് ആണെങ്കിലും വേദനയില്ലാത്ത എമോഷൻസ് ആണെങ്കിലും അവ വരും, പോകും. ഇത് മാനസിക പ്രശ്നങ്ങളുള്ളവർക്കും ബാധകമാണ്. ഈ പറഞ്ഞ 7 പോയിൻറ്റുകൾ മാനസിക പ്രശ്നങ്ങളുള്ളവർക്കും ബാധകമാണ്, ഒരു മാനസിക പ്രശ്നമില്ലാത്തവർക്കും ബാധകമാണ്. ഈ 7 സ്റ്റെപ്പുകൾ ഉപയോഗിച്ച്, ഈ 7 വഴികൾ ഉപയോഗിച്ച് നിങ്ങളുടെ എമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുവാൻ പഠിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അവയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു തരത്തിലും അവ നിങ്ങളെ ഉപദ്രവിക്കാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും.